നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരാം. പക്ഷേ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെയും കൂടി അവിടേക്ക് ഫ്രോഡായി കൊണ്ട് ചേർത്താൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള പരിപാടിയാണെന്നുള്ളത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇത് ഇതുവരെ പുതിയതായിട്ട് കൊണ്ടുവന്നുള്ളൊരു പരിപാടിയാണ്. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തിപരമായി നൽകേണ്ട നീതിയല്ലത്. ഇവിടെ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങളിത് പരിശോധിച്ചിട്ട് നിയമപരമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഞങ്ങൾ നോക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാതെ മറ്റു ഉറപ്പുകളൊന്നും തന്നെ എനിക്ക് അദ്ദേഹം തന്നിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി, പിന്നെ നിയമസഭയിലെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി സുബാൽ MLA-യും തൃശ്ശൂർ പിന്നെ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറും കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളിത് അദ്ദേഹം തന്ന നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. സ്പെസിഫിക്കായി നൽകാവുന്ന ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്ന തെളിവുകളിൽ ഒരു വീട്ടിൽ തന്നെ 9 വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. BJPയുടെ രണ്ട് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, BJPയുടെ ഒരു നേതാവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ചേലക്കര മണ്ഡലത്തിലെ വരവൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ആ വോട്ടുണ്ടായിട്ടും പിന്നെ എങ്ങനെയാണ് ഇവിടെ വോട്ട് നേടുന്നത്? ഇവിടെ അദ്ദേഹം വോട്ട് നേടിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടിടത്തും ഒരേ സമയം അദ്ദേഹം വോട്ട് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റായി അവിടെ വിറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരാൾ മലപ്പുറം ജില്ലക്കാരാണ്. ഇവിടെ മറ്റൊരാളുടെ പേരിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളുടെ പേരിൽ ഇങ്ങനെ വോട്ട് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരാൾ എങ്ങനെയാണ് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ അയാൾ അവിടെ താമസക്കാരനായിരിക്കണം. താമസക്കാരനാവണമെന്ന് അയാൾക്കൊരു വീടുണ്ടാവണം, അയാൾ വാടകയ്ക്കാണെങ്കിൽ അവിടെ താമസക്കാരനായിരിക്കണം. ചുരുങ്ങിയത് 6 മാസമെങ്കിലും താമസിക്കണം എന്നാണല്ലോ വെപ്പ്. 6 മാസം പോയിട്ട് ലോഡ്ജിൽ താമസിച്ചവർക്ക് പോലും വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? BJPയുടെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെ പാർലമെൻറ്റ് ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടി BJPക്കാരായിട്ടുള്ള വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മിസ് കോൾ അടിച്ചാൽ വോട്ട് കിട്ടുന്നത് പോലെ ഒരു പോസ്റ്റ് കാർഡ് കൊണ്ടുകൊടുത്താൽ വോട്ട് കൊടുക്കാനാണോ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത്? അതിനാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ഈ റൂളുകളൊക്കെ കാറ്റിൽപ്പെടുത്തിയിരിക്കുകയാണ്? ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റൂളുകൾ ഏതൊക്കെ റൂളുകളാണ് കാറ്റിൽപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും ഞങ്ങൾ തൃശ്ശൂരിൽ പത്രസമ്മേളനം നടത്തി ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ, ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം തന്നെ വീണ്ടും പുറത്തുവിടും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പുറത്തുവിടാനുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം മറുപടി പറയേണ്ട വിഷയമല്ല. BJP ഇപ്പോൾ പറയുന്ന പരിപാടി എന്നെ കണ്ടാൽ കിണ്ണം കട്ടമെന്ന് തോന്നുന്ന പോലെ BJP ഇതിനകത്ത് മറുപടി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. BJP അല്ല മറുപടി പറയേണ്ടത്. ഇവിടെ മറുപടി പറയേണ്ടത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ തെറ്റായ വിവരം നൽകി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കെതിരെ പെറ്റീഷൻ കൊടുത്ത് VS സുനിൽകുമാറിനെയോ അല്ലെങ്കിൽ മറ്റ് ആരൊക്കെയാണോ അതിനെപ്പറ്റി പിന്നെ അഭിപ്രായങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളെയൊക്കെ പിന്നെ ഇലക്ഷൻ കമ്മീഷന് കേസെടുത്ത് ജയിലിലടയ്ക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. യാതൊരു പ്രശ്നം അതിനകത്തില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യം. അല്ലാതെ ജനങ്ങൾ പറയുന്നതാണല്ലോ ശരി, നമ്മളല്ലല്ലോ പറയുന്നത്. അതായത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരാം. പക്ഷേ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെയും കൂടി അവിടേക്ക് ഫ്രോഡായി കൊണ്ട് ചേർത്താൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള പരിപാടിയാണെന്നുള്ളത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇത് ഇതുവരെ പുതിയതായിട്ട് കൊണ്ടുവന്നുള്ളൊരു പരിപാടിയാണ്.